ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കപ്പ വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. പായസം തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു കപ്പയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് കനം കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് അകത്തുള്ള നാര് കൂടെ മാറ്റിക്കളയണം. 3-4 തവണ വെള്ളമൊഴിച്ച് കപ്പ നന്നായിട്ട് കഴുകിയെടുക്കാം. പായസം വയ്ക്കാനായി ഉപയോഗിക്കുന്ന കപ്പ ഒട്ടും തന്നെ കയ്പില്ലാത്തതും നന്നായിട്ട് വേവുന്നതുമായിരിക്കണം. കഴുകിയെടുത്ത കപ്പ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കപ്പ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലുള്ള വെള്ളം ഒന്ന് വാർത്തെടുക്കാം. ഇതിപ്പോൾ വെള്ളം വാർത്തെടുത്ത കപ്പയാണ്. ഇനി ഇതുപോലെ ഒരിക്കൽ കൂടെ തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇങ്ങനെ 2 തവണ തണുത്ത വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം വെള്ളം വാർത്തെടുക്കുമ്പോൾ അതിൽ സ്റ്റാർച്ച് കുറച്ച് കുറഞ്ഞു കിട്ടും. രണ്ടാമതും ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും വെള്ളം വാർത്തെടുക്കാം. ഇതിപ്പോൾ വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. 2 തവണ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചപ്പോൾ തന്നെ കപ്പ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. കപ്പ നന്നായിട്ട് തണുത്തതിനു ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കാം. കപ്പ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ ഉണക്ക മുന്തിരി കൂടെ ഇട്ട് കൊടുത്ത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. നട്ട്സും ഉണക്കമുന്തിരിയും വറുത്തെടുത്ത നെയ്യിൽ തന്നെ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ശർക്കര ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അഴുക്കോ മണ്ണോ ഉള്ള ശർക്കരയാണെങ്കിൽ ഉരുക്കി അരിച്ചൊഴിച്ചാലും മതിയാവും. ശർക്കര നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന കപ്പ കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കാതെ അരച്ചെടുക്കുന്നത് കൊണ്ട് കപ്പ നല്ല കട്ടിയായിട്ടിരിക്കും. അതിനെ വഴറ്റുന്ന സമയത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. കപ്പ വഴറ്റുന്ന സമയത്ത് തീ കുറച്ച് തന്നെ വച്ചിരിക്കണം. ഹൈ ഫ്ലെയിമിൽ വച്ചാൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കപ്പ നന്നായിട്ട് ഉടഞ്ഞ് ശർക്കരയും കപ്പയും നെയ്യിൽ നന്നായിട്ട് വഴണ്ട് വരണം. ഇത് വഴണ്ട് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങുമ്പോൾ പാലൊഴിച്ചു കൊടുക്കണം. ഞാനിവിടെ പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഈ പായസം ഉണ്ടാക്കിയാലും നന്നായിരിക്കും. കുറുകുന്നതിനനുസരിച്ച് പാലൊഴിച്ചു കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. പാലൊഴിച്ചു കൊടുത്ത് ഇളക്കി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ പായസം റെഡിയാവാനായിട്ട്. കപ്പ പായസം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കഴിക്കുമ്പോൾ കപ്പ കൊണ്ടുണ്ടാക്കിയ പായസമാണെന്ന് അറിയേയില്ല. കപ്പ പായസം ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ നന്നായിരിക്കുന്നത്. തണുക്കും തോറും കപ്പ കട്ടി ആയിക്കൊണ്ടേയിരിക്കും. പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കാം. അങ്ങനെ അടിപൊളി രുചിയിൽ ഒരു കപ്പ പായസം റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.